Welcome to BSc Main Physics, Semester 5, Paper 3 Electronics, Unit 7 Special Devices, and today we see FET parameters, Field Effect Transistor Parameters, class number 57. Class number 57, FET Parameters, BSc Main Physics, Electronics Paper 3, Unit 7 Special Devices. So in the previous class we have seen the FET details, one essay we have studied, and there is one more essay which we call as FET parameters. Second essay from FET we now see it is FET parameters. അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ഡിവൈസിൽ ആദ്യം പഠിക്കുന്ന പ്രധാനപ്പെട്ട ഡിവൈസാണ് JFET അല്ലെങ്കിൽ FET, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ FET എന്ന് ചുരുക്കി പറയും. അപ്പോൾ അതിൻ്റെ ഒരു എസ് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ വർക്കിംഗ്, സിമ്പിൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഷോക്ക്ലി ഇക്വേഷൻ ഒക്കെ പറഞ്ഞതാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ FET ആൻഡ് BJT അതൊക്കെ പറഞ്ഞതാണ്. ഇനി അടുത്തൊരു എസ് ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്തുണ്ട്. അതിന് FET പാരാമീറ്റർ എന്ന് പറയും. FETക്ക് പ്രധാനമായിട്ടൊരു 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ 3 പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് മറ്റൊരു എസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡിസ്കസ് JFET ആൻഡ് ദെൻ ഡിസ്കസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ JFETയുടെ കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊള്ളണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് എസ് ക്വസ്റ്റ്യൻ റഫർ FET കൺസ്ട്രക്ഷൻ. FET കൺസ്ട്രക്ഷൻ കാണുന്നതിനകത്ത് FET വാട്ട് ഈസ് FET എന്ന് ചോദിച്ചിട്ടാണ് അതിൻ്റെ കൂടെ FET പാരാമീറ്റർ എന്ന് പറയുന്നത്. യു എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് FET ആൻഡ് ഡിസ്കസ് ദി FET പാരാമീറ്റേഴ്സ്. അപ്പോൾ FET പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന പാർട്ടാണ് ഇവിടെ പറയുന്നത്. FETക്ക് 3 പാരാമീറ്ററാണ് ഉള്ളത്. ഒന്ന് RD, നമ്പർ 1 ഈസ് RD ആൻഡ് നമ്പർ 2 ഈസ് GM, നമ്പർ 3 മ്യൂ ആണ്. 3 FET പാരാമീറ്ററുകളാണ് ഉള്ളത്. 3 കോൺസ്റ്റൻറ്റുകളാണ് നമ്മൾ FETക്ക് പറയുന്നത്. ഒന്ന് RD, രണ്ടാമത് GM, മൂന്നാമത്തത് മ്യൂ എന്ന് പറയും. എന്താണ് ഓരോ ടേമും എന്ന് നമുക്ക് പറയാം. RD ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണ്. ഡ്രെയിൻ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് RD ഈസ് ഈക്വൽ ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID അറ്റ് കോൺസ്റ്റന്റ് VGS. അതായത് ഈ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ടു ദ ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട്, അങ്ങനെ പറയുന്നതാണ് ഈ ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID അറ്റ് കോൺസ്റ്റന്റ് VGS. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ VDS, VGS, ID ഇങ്ങനെ 3 ടേം എഴുതിയിരിക്കുകയാണ്. ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, ഡ്രെയിൻ കറണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അവസാനം ഒരു ആരോ കീഴ്പോട്ടിട്ടുണ്ട്. അത് RD കാണുന്ന ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. RDയുടെ ഫോർമുല ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID. അപ്പോൾ ഈ RD കാണാനായിട്ട് നമ്മൾ ആരെ നോക്കുക, ആരുടെ ടോപ്പിലും ബോട്ടോമിലും ഉള്ള സംഖ്യകൾ ഭാഗിച്ചാൽ മതി. മ്യൂ ആണെങ്കിൽ നിങ്ങൾ പറയാം, മ്യൂ ഇപ്പുറത്തെ ഒരു ആരോട്ടുണ്ട്. മ്യൂ ആണെങ്കിൽ VDS ബൈ VGS എടുക്കണം. അതുപോലെ GM ആണെങ്കിൽ താഴ്ന്ന എയർപോർട്ടാണ്. ID ബൈ ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS എടുക്കണം. അപ്പോൾ ഈ 3 കോൺസ്റ്റൻറ്റും അവയുടെ റേഷ്യോ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ഈ ആരോ വരച്ച് ഈ 3 വാല്യൂ എന്നിട്ട് എഴുതിയാൽ മതി. VDS, VGS, ID എന്ന് എഴുതണം. എന്നിട്ട് ആദ്യത്തതും അവസാനത്തും തമ്മിൽ ഭാഗിച്ചാൽ, അതിൻ്റെ ചേഞ്ച് ഭാഗിച്ചാൽ നമുക്ക് RD കിട്ടും. ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ, ചേഞ്ച് ഡിവൈഡ് ചെയ്താൽ മ്യൂ കിട്ടും. അതുപോലെ താഴെയുള്ളതും രണ്ടാമത്തതും തമ്മിൽ മേപ്പോട്ട് ഹരിച്ചാൽ നമുക്ക് GM കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ഇതുപോലെ വരച്ച് പിടിച്ചാൽ മതി. അപ്പോൾ RD ഈസ് ഈക്വൽ ടു ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID അറ്റ് കോൺസ്റ്റന്റ് VGS. അതെങ്ങനെ ഡിഫൈൻ ചെയ്യും, വാക്കുകൾ എങ്ങനെ പറയും എന്ന് നോക്കുക. ഇവിടെ ഡെഫിനിഷൻ ആണ് എഴുതിയത്. ഇനി അതിൻ്റെ വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ്. It is defined, drain resistance is defined as the ratio of change in drain voltage. Drain source voltage ആണ് drain voltage എന്ന് പറയുന്നത്. Change in drain voltage to the change in the drain current when the gate source voltage is kept constant. Unit of RD is ഓമിലാണ് അളക്കുന്നത്. Drain resistance, it is the ratio of change in drain voltage to the change in drain current when the gate source voltage is kept constant. Unit of RD is ohm.
ഇനി രണ്ടാമത്തത് GM, ട്രാൻസ് കണ്ടക്ടൻസ്. ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: GM ഈസ് ഈക്വൽ ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS അറ്റ് കോൺസ്റ്റൻറ്റ് VDS. അങ്ങനെയാണ് പറയുന്നത്. അതെങ്ങനെയാണ് വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുക? അത് വാക്കുകൾ പറഞ്ഞിങ്ങനെ എഴുതാം: ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വെൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. വെൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, യൂണിറ്റ് ഓഫ് GM ഈസ് മോ ഓർ സീമെൻസ്. സീമെൻസ് ആണ്. സീമെൻസിന് നമ്മൾ സിമ്പിൾ ക്യാപിറ്റൽ എസ് കൊടുക്കും, സ്മോൾ എസ് കൊടുക്കരുത്. സ്മോൾ എസ് കൊടുത്താൽ സെക്കൻഡ് എന്നാണ് വായിക്കുന്നത്. ക്യാപിറ്റൽ എസ് വേണം കൊടുക്കാനായിട്ട്. ഇനി അടുത്ത റേഷ്യോ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ mu is equal to delta VDS by delta VGS at constant ID. So it is the ratio of change in source drain source voltage. Change in drain source voltage to the change in gate source voltage when drain current is kept constant. Drain current is kept constant. കോൺസ്റ്റന്റ് എന്നുള്ള വാക്ക് അടുത്ത പേജിലാണ്. കെപ്റ്റ് കോൺസ്റ്റന്റ്. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. മ്യൂ ഹാസ് നോ യൂണിറ്റ്. മ്യൂവിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ ആർഡിക്ക് യൂണിറ്റ് ഉണ്ട്, ഓമുണ്ട്. ഓമിൽ പറയും. ജീമിന് യൂണിറ്റ് ഉണ്ട്, മോയിൽ അല്ലെങ്കിൽ സീമെൻസിൽ പറയും. പിന്നെ ഈ മ്യൂവിന് യൂണിറ്റ് ഇല്ല, ജീമിന് യൂണിറ്റ് ഉണ്ട്. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ FET പാരാമീറ്റേഴ്സ്. ഈ മൂന്ന് സംഖ്യകൾ, ഈ മൂന്ന് ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താണെന്ന് നോക്കുക. ടു ഷോ ദാറ്റ് mu ഈക്വൽ GM ഇൻറ്റു RD. നമുക്ക് തെളിയിക്കേണ്ടത് mu ഈക്വൽ GM ഇൻറ്റു RD ആണ്. അതിന് നമ്മൾ ആദ്യം എഴുതണം വി നോ RD ഈക്വൽ ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID. നമ്മൾ നേരത്തെ പഠിച്ച വാല്യൂ, കോൺസ്റ്റൻ്റ് വാല്യൂ എഴുതണമെന്നില്ല. ബ്രാക്കറ്റിലിട്ടിട്ട് കോൺസ്റ്റൻ്റ് എഴുതാറുണ്ടല്ലോ, അത് വേണമെന്നില്ല ഇത് തെളിയിക്കാനായിട്ട്. ആൻഡ് GM ഈസ് ഈക്വൽ ടു ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS. അപ്പോൾ GM ഇൻറ്റു RD കാണണം. GM ഇൻറ്റു RD എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID ഇൻറ്റു ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS. ഡെൽറ്റ ID വെട്ടിപ്പോയാൽ നമുക്ക് ഡെൽറ്റ VDS ബൈ ഡെൽറ്റ VGS എന്ന് കിട്ടും. സോ GM ഇൻറ്റു RD ഈസ് ഈക്വൽ ടു ഡെൽറ്റ VDS ബൈ ഡെൽറ്റ VGS എന്ന് കിട്ടും. അതെന്താണ്? അത് മ്യൂ ആണ്. therefore mu ഈസ് ഈക്വൽ GM ഇൻറ്റു RD അങ്ങനെ കിട്ടും. അവസാനം കിട്ടിയ ഡെൽറ്റ VDS ബൈ ഡെൽറ്റ VGS മ്യൂ ആണ്. സോ മ്യൂ ഈസ് ഈക്വൽ ടു GM ഇൻറ്റു RD. ദാറ്റ്സ് ദ റിലേഷൻ. യൂണിറ്റ് ഒക്കെ സെയിം ആവും. യൂണിറ്റ് GMൻ്റെ യൂണിറ്റ് മോയാണ്, അത് 1/Ohm ആണ്. RDയുടെ യൂണിറ്റ് ഓമാണ്. ഓമും വെട്ടിപ്പോയിട്ട് മ്യൂവിന് യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദി 3 FET പാരാമീറ്റേഴ്സ്. 3 പാരാമീറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിഫൈൻ പിഞ്ച് ഓഫ് വോൾട്ടേജ് ഓഫ് JFET. അത് കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. Distinguish between FET, N-channel FET and P-channel FET. Distinguish between N-channel FET and P-channel FET. ഇപ്പോൾ FET രണ്ട് തരത്തിലുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ FETയും BJTയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പഠിച്ചതാണ്. അതുപോലെ ചോദിക്കുന്ന ചോദ്യമാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ N-channel FET ആൻഡ് P-channel FET. അപ്പോൾ നമ്മൾ 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ P-channel FET എഴുതും. സെക്കൻഡ് കോളത്തിൽ നമ്മൾ N-channel FET എഴുതും. അല്ല, ഫസ്റ്റ് കോളത്തിൽ N-channel FET എഴുതും, സെക്കൻഡ് കോളത്തിൽ P-channel FET എഴുതും. എന്നിട്ട് ഓരോന്നും നമ്മൾ പറയുകയാണ്. നമ്പർ 1, കറണ്ട് ക്യാരിയർ ആർ ഇലക്ട്രോഡ്സ്. അതായത് N-channel FETയിൽ കറണ്ട് ക്യാരി ഇലക്ട്രോഡ്സ് ആണ്. P-channel FET, ഈ P-channel FET കറണ്ട് ക്യാരിയേഴ്സ് ആർ ഹോൾസ്. ഇത് യൂണിപോളാർ ഡിവൈസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ചാർജ് ക്യാരിയർ മാത്രമേ കാണുള്ളൂ.
നമ്പർ 2, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഇസ് ഹൈ. ഇപ്പോൾ ഇവിടെ ചാർജ് കാരിയർ എൻ ചാനലിൽ ചാർജ് കാരിയർ ഇലക്ട്രോൺസ് ആണ്. ഇപ്പോൾ ഇലക്ട്രോൺ മൊബിലിറ്റി കൂടുതലാണ്, ഇപ്പോൾ കണ്ടക്ഷൻ വേഗത്തിലാണ്. പൂവർ മൊബിലിറ്റി ഓഫ് ഹോൾസിന് പൂവർ മൊബിലിറ്റിയാണ്. അടുത്ത പോയിന്റ്, ട്രാൻസ് കണ്ടക്റ്റൻസ് ജി എം ഈസ് ലാർജ്. പി ചാനൽ ജി എം ഈസ് സ്മോൾ. നമ്പർ 4, ഇൻപുട്ട് നോയ്സ് ഇസ് ലോ. ഇവിടെ ഇൻപുട്ട് നോയ്സ് ഇസ് ഹൈ. സിമ്പിളാണ് കേട്ടോ, സിമ്പിൾ നമ്മൾ പഠിച്ചതാണ് സിമ്പിൾ. എൻ ചാനലാണെങ്കിൽ നമ്മൾ ഗേറ്റിലിടുന്ന ആരോ അകത്തേക്ക് ഇടണം. പി ചാനലാണെങ്കിൽ ഗേറ്റിലിടുന്ന ആരോ പുറത്തേക്ക് സർക്കിളിനകത്ത് തന്നെ ആരോ വരയ്ക്കുകയും വേണം. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഷോക്കിലീസ് ഇക്വേഷൻ ആദ്യം ഓർത്തിരിക്കണം. ഷോക്കിലീസ് ഇക്വേഷൻ വെച്ചുള്ള ഒരു പ്രോബ്ലം കമ്പൽസറി ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ ഫസ്റ്റ് പ്രോബ്ലം തന്നെ അനേകം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അതുകൊണ്ട് ശരിക്കും പഠിക്കണം. ഫസ്റ്റ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷോക്കിലീസ് ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലമാണ്. എന്താണ് ഷോക്കിലീസ് ഇക്വേഷൻ? ID is equal to IDSS into 1 minus VGS by VP the square. Drain current is equal to IDSS, drain source saturation current, into 1 minus VGS by VP the square. VGS is gate source voltage, VP is pinch off voltage. So you see the problem. The saturation drain current in a JFET is 8.6 milliampere when the gate voltage is 0. If the pinch off voltage is minus 3 volt, calculate the drain current when the gate source voltage is minus 1 volt. അപ്പോൾ minus 1 volt ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഡ്രെയിൻ കറണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എഴുതാം ID is equal to IDSS into 1 minus VGS by VP the square. IDSS നമുക്ക് തന്നിട്ടുണ്ട്, VP തന്നിട്ടുണ്ട്. അതങ്ങ് റിപ്പീറ്റ് ചെയ്യുകയാണ്. IDSS equal to 8.6 mA, VP minus 3 volt, VGS is minus 1 volt, ID question mark. Put all the values in the respective places. ID is equal to 8.6 into 1 minus 1 by minus 3 the square. That is 8.6. Minus and minus will cancel. 8.6 into 1 minus 1 by 3 square. That is 8.6 into 2 by 3 equal 8.6 into 4 by 9 is equal to 34.4 by 9 is equal to 3.822 mA. 3.822 mA. Answer. Very important problem. അടുത്ത ക്വസ്റ്റ്യൻ അതേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലമാണ്. In an internal FET, the drain current is 5 mA, IDSS is 10 mA, and VGS off is minus 5 volt. Find the value of VGS and VP. VGS VP ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ഈ BP നമ്മൾ VGS ഓഫിൻ്റെ മോഡുലസ് ആണെന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിഹ്നമില്ലാതെ എടുക്കാം, ചിഹ്നമായിട്ടും എടുക്കാം, എങ്ങനെ എടുക്കാം. ഇപ്പോൾ VPS VGS ഓഫ് എന്നുള്ള ആ ഫോർമുല എടുക്കാറുണ്ടല്ലോ നമ്മൾ, അതിൽ മോഡുലസ്. സോ മോഡുലസ് ഓഫ് -5 = 5 വോൾട്ട് അങ്ങനെ എടുത്താൽ മതി. ഇനി ആരെങ്കിലും -5 വോൾട്ട് ഇട്ട് ചെയ്താലും നമുക്ക് മാർക്ക് കിട്ടും. VGS question mark. That is ID is equal to IDSS into 1 minus VGS by VP the square. ID is 5 mA, IDSS is 10 mA, and VGS question mark. Therefore 5 is equal to 10 into 1 minus VGS by -5 the square. നമ്മൾ ആ ബി പിയുടെ വാല്യൂ ആ മൈനസ് വാല്യൂ തന്നെ കൊടുത്തു. VP is taken as negative because VGS is negative. VGS നെഗറ്റീവ് അതുകൊണ്ട് VP നമ്മൾ നെഗറ്റീവ് എടുക്കുക. That is 0.5 is 1 plus VGS by 5 the square. That is
Take a root. 0.7071 is 1 plus VGS by 5. VGS by 5 is equal to 0.7071 minus 1. VGS by 5 is equal to minus 0.2928. So VGS is equal to minus 0.2928 into 5 minus 1.4644 volt. Next question. For a typical FET type BFW10, ഒരു FETയുടെ റെപ്രസെൻറ്റേഷനാണ്, അതിൻ്റെ ഒരു സിമ്പിളാണ് BFW110. ഇത് സ്പെസിഫിക്കേഷനാണ് ഒരു ടിപ്പിക്കൽ FETയുടെ. The amplification factor and the dynamic drain resistance are specified as 80 and 400 KO. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട്, RD ഉണ്ട്. Calculate the transconductance of FET. For a typical FET type BFW10, the amplification factor and the dynamic drain resistance are specified as 80 and 400 KO. Calculate the transconductance of FET. ഇവിടെ വാല്യൂ നമുക്ക് പറയാം. mu is gm into RD. gm is mu by RD. That is mu is equal to 80. RD is 400 KO. Therefore transconductance gm is mu by RD. That is 80 by 400 KO. 1 by KO means millimho or millisiemens. So 0.2 millisiemens. MS means millisiemens. S capital. Next problem. When VGS of FET changes from minus 3.1 volt to minus 3 volt, the drain current changes from 1 mA to 1.3 mA. What is the value of transconductance? When VGS of FET changes from minus 3.1 volt to minus 3 volt, the drain current changes from 1 mA to 1.3 mA. What is the value of transconductance? Transconductance ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Transconductance GM is equal to delta ID by delta VGS. Delta ID is 1.3 minus 1 is equal to 0.3 mA. IDയുടെ വ്യത്യാസം തന്നിരിക്കുന്ന രണ്ട് വാല്യൂ, അതിൻ്റെ ഡിഫറൻസ്. Delta VGS is equal to minus 3 minus 3.1. ആ minus 3.1 ബ്രാക്കറ്റിൽ ഇടാം. അപ്പോൾ മൈനസിന് മൈനസ് പ്ലസ് വരും. അപ്പോൾ minus 3 plus 3.1 is equal to 0.1. 0.1 volt. Therefore GM is equal to 0.3 mA by 0.1 volt, 3 millisiemens or 3 millimho. Siemens is also called mho. Siemens is also called mho. Next problem. When VGS of FET changes from minus 3.1 volt to, അതാണ് നമ്മൾ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. Next problem. The following readings were obtained experimentally. You read us experimentally from a JFET. Determine RD, GM and mu.
അപ്പോൾ ഒരു പരീക്ഷണം ലാബിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിങ്ങാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ BGS VDS ID എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഓരോ വാല്യൂ ആണ്. ആ VGS 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ താഴെയുണ്ട്. അപ്പോൾ നേരെ കൊടുത്തിരിക്കുന്ന ഓരോ വാല്യൂ ആണ്. ടാബ്ലറ്റ് തിരിക്കുകയാണ്. VGS VDS ID ഒരു 3 സെറ്റ് എക്സ്പെരിമെൻറ്റിൽ കിട്ടിയ വാല്യൂ നേരെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? RD കാണണം, GM കാണണം, MU കാണണം. അപ്പോൾ ആൻസർ RD കാണാം. RD കാണാൻ എന്ത് ചെയ്യണം? VDS ബൈ ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID ആയിട്ട് കോൺസ്റ്റൻറ്റ് VGS ആണ്. അപ്പോൾ ഈ ടാബ്ലേഷൻ നോക്കി BGS കോൺസ്റ്റൻ്റ് ഉള്ളത് എടുക്കുക. BGS സ്ഥിരമായിട്ട് വരുന്ന ഏതാണ്? 2 എണ്ണം ഉണ്ട്. നോക്കി ആ ടോപ്പ് റോയിൽ 0 0 എന്ന് പറഞ്ഞ 2 വാല്യൂ ഉണ്ട്. അപ്പോൾ ആ VGS 0 വാല്യൂ കോൺസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്ക് ഡെൽറ്റ IDയും ഡെൽറ്റ VDS കണ്ടുപിടിക്കുക. അപ്പുറം ഇപ്പുറം കുറച്ചാൽ മതി. അപ്പോൾ 0 എന്ന BGSൻ്റെ കോൺസ്റ്റൻ്റ് വാല്യൂ എടുത്താൽ ജസ്റ്റ് താഴെ നോക്കിയിട്ട് നമുക്ക് VDS ഡെൽറ്റ VDSും ഡെൽറ്റ IDയും കാണാം. അങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന നോക്കി ടേക്ക് VGS is 0 constant, then delta VDS 15 മൈനസ് VDS ആയിട്ട് 15 മൈനസ് 7 അപ്പുറം ഇപ്പുറമുള്ള 0യുടെ 2 വാല്യൂ എടുക്കണം. 0ക്ക് നേരെയുള്ള 2 വാല്യൂ, 0ക്ക് നേരെ താഴെയുള്ള 2 വാല്യൂ എടുക്കണം. എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 15 മൈനസ് 7 ദാറ്റ് ഈസ് 8 വോൾട്ട്. അടുത്ത വാല്യൂ എടുക്കുമ്പോൾ ഡെൽറ്റ ID 10.25 മൈനസ് 10 ദാറ്റ് ഈസ് മൈനസ് 0.25 MA. Therefore RD is equal to delta VDS by delta ID at a constant VGS 80 by 0.25 that is 32 kilo. 80 volt by 0.25 MA ആണ്. വോൾട്ട് ബൈ എം ഈസ് വോൾട്ട് ബൈ മില്ലി ആംപിയേഴ്സ് കിലോ ഓം, 32 കിലോ ഓം. ഇനി GM കാണണം. ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS at a constant VGS at a constant VDS. ഇപ്പോൾ ടേക്ക് VDS is 15 വോൾട്ട് കോൺസ്റ്റൻറ്റ്. അങ്ങനെ ഒരു വാല്യൂ ആ ടാബ്ലേഷനകത്ത് ഉണ്ട്. ആ 15 വോൾട്ട് കോൺസ്റ്റൻറ്റ് വരുന്ന വാല്യൂ ഇതാണ്. 15 വോൾട്ട് കോൺസ്റ്റൻറ്റ് വരുന്ന വാല്യൂ നോക്കി. പിന്നെ 15 വോൾട്ട് അതായത് VDSന് ഒരു 15 വോൾട്ട് കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് താഴെ 2 ID ഉണ്ട്, താഴെ ആ മുകളിൽ 2 VGS ഉണ്ട്, താഴെ ID ഉണ്ട് 2. അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് കണക്ക് കൂട്ടാം. GM is equal to ഇപ്പോൾ ഡെൽറ്റ ID നമുക്ക് കിട്ടി. അതിന് RD കണ്ടുപിടിച്ചു 32 kΩ. പിന്നെ GM ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS at a constant VDS. ടേക്ക് VDS 15 വോൾട്ട് കോൺസ്റ്റൻറ്റ്. That's delta ID is equal to 10.25 minus 9.65 which is equal to 0.6 MA. Delta VGS is equal to 0.2 minus 0. It is equal to 0.2 volt. 0.2 volt എന്ന് കിട്ടും. Therefore GM is equal to 0.6 MA by 0.2 volt, that is 3 millisiemens. Then the third part, mu is GM into RD, 3 into 32, that is 96. Millisiemens into kilo ohm is, they cancel, then there is no unit for mu. Next problem. Keeping the gate voltage constant, the drain source voltage of an FET is changed from 15 volt to 5 volt. The drain current then changes by 100 microampere. Calculate the drain resistance of FET. ഇത് ഡയറക്റ്റ് പ്രോബ്ലം. വ്യത്യാസം കണ്ടുപിടിക്കാം. ഫോർമുല നമുക്ക് നേരിട്ട് കൊടുത്താൽ മതി. RD is delta VGS by delta ID
delta VDS by delta ID at constant VGS. VDS is 15 minus 5, 10 volt. Delta VDS, delta ID is 100 microampere. It is given directly, and that we can convert into ampere. 100 into 10 raised to minus 6 ampere, that is 10 raised to minus 4 ampere. Therefore, RD is equal to delta VDS by delta ID, that is 10 by 10 raised to minus 4, equal to 10 raised to 5 ohm. Answer. Ten raised to 5 ohm. Delta VDS by delta ID. The answer is 10 raised to 5 ohm. That is all with your 57th lecture. Thank you very much.